ഈശോയിലെ സ്നേഹം നിറഞ്ഞവർ, നമ്മൾ ആരും പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചില പാപത്തിൻ്റെ തഴക്കദോഷത്തിൻ്റെ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ചിലപ്പോൾ നമ്മുടെ ചില പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില ദുശീലങ്ങൾ, തഴക്കദോഷം മാറിപ്പോകാൻ വേണ്ടി കൂടെ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മൾ. അപ്പം അങ്ങനെയെങ്കിൽ നമുക്കിത് ഒരു വാഗ്ദാന വചനം നൽകപ്പെടുക. എന്താ വാഗ്ദാന വചനം പറയുക? എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക, എങ്ങനെയാണ് നമ്മൾ പരിശുദ്ധരായിട്ട് മാറുക? എന്താ വചനം പറയുവാണ്, യോഹന്നാന്റെ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗം, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മെ ശുദ്ധീകരിക്കുന്ന എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തമാണ്. ഈ ദൈവത്തിൻ്റെ വചനം കാണാപ്പാട് പഠിക്കാം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില അശുദ്ധി, ചില തെറ്റായ മാർഗങ്ങൾ, നമ്മൾ വേണ്ട, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വേണ്ടാന്ന് വെച്ചിട്ടും വിട്ടുപോകാത്ത കാര്യങ്ങൾ, അത് ഈ വചനത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ഓരോ പ്രാവശ്യം ഏറ്റു പറഞ്ഞിട്ട്, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കുന്നു. ഈ വചനം ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് പറയാം, ഈശോയെ വചനം പറയണ പോലെ എൻ്റെ ഈ അശുദ്ധി യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടെ, മാറിപ്പോകട്ടെ. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ.